നീ കവിതകളാ കനവുകളാ കനവിരിയേ. അത് നടന്നില്ല ബിക്കോസ് അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രേക്ക് ഉണ്ടായി. അതെനിക്ക് തോന്നുന്നു ഞാൻ ടോട്ടലി ലൈഫ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും ബ്രേക്ക് ആയപ്പോൾ സിറ്റുവേഷൻ ഈ ഒരു ലാസ്റ്റ് ഇയർ നടന്ന ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോസിന് ഒരു അടിപൊളി ബാൻഡ് ഉണ്ടെന്നൊക്കെ കേട്ടല്ലോ. എന്താണ് ബാൻഡിന്റെ ആ ഒരു എന്താ പറയുക, എന്തായിരുന്നു പേര് ബാൻഡിന്റെ? ചിയാപ്പി. ചാപ്പിയോ എന്ന് വെച്ചാ ചായ പ്ലസ് കാപ്പി. അപ്പം എന്താണ് ചാപ്പി എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തത്? എന്താണ് ചാപ്പി എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ചാപ്പിയുടെ ബിൽഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനൊരു ട്രാജഡി ഉണ്ട്. മെൻ്റൽ ഹെൽത്തിൻ്റെ ഇഷ്യൂ പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കോളേജ് മേറ്റ് ആയിരുന്നു റിതു എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്. ഈസ് എ മ്യൂസീഷ്യൻ ആൾസോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ മേറ്റ്. ആ സമയത്ത് മ്യൂസീഷ്യൻ സംഭവത്തിൽ നിൽക്കുന്ന ഒരാൾക്കാർ രണ്ടുപേരും. അപ്പം എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാംസ് ആണെങ്കിലും കോളേജ് പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാവരും ഞങ്ങളാണ് പാടാൻ പോകുന്നതും. അവൻ വായിക്കും, ഞാൻ പാടുക പരിപാടി. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ ഡ്രീമൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ബാൻഡ് ബിൽഡ് ചെയ്യണം, ഇങ്ങനെ കുറേ ആൾക്കാരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടണം, അങ്ങനെ കുറേ പ്ലാനൊക്കെ. അപ്പോൾ അവൻ്റെ വീടിൻ്റെ മേളിലും അവൻ സ്റ്റുഡിയോ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ കുറേ പ്ലാനൊക്കെ ചെയ്തു. ബട്ട് അത് നടന്നില്ല ബിക്കോസ് അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ, സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിലാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കര ബ്രേക്ക് വന്നു. ഭയങ്കര വീക്കഡായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു ഡ്രീമാണ് ചാപ്പി എന്നൊരു ബാൻഡ്, അല്ലെങ്കിൽ ചാപ്പിൻ്റെ പേരല്ല, ഒരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യണം, ഞങ്ങൾ നടത്തണം എന്നൊരു തീമിൽ. അങ്ങനെയാണ് ചാപ്പി എന്നൊരു ബാൻഡിലേക്ക് ഞാൻ മൂവ് ചെയ്ത്. ബിക്കോസ് ഞാൻ മ്യൂസിക്കിലത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഒരു റീസൺ അവനും കൂടിയാണ്. അപ്പം അങ്ങനെ അതിൽ നിന്ന് ബാക്ക് ചെയ്ത് തിരിച്ചു വന്നു. ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയൊരു സോങ് ഉണ്ടായി, മിഴിയിൽ നിന്ന് ആൽബം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ആൽബം കംപ്ലീറ്റ് ചെയ്തു, വേറെ ഫ്രണ്ടായിട്ട് നിന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്നെ പയ്യെ ടീം ക്രിയേറ്റേഴ്സിൽ ഇപ്പോൾ ഒരു നല്ലൊരു ബാൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് അധികം എന്താ പറയുക പ്രൈസസ് വിൻ ചെയ്തതായിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഈ ഒരു വർഷം ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഇയർ ആയിരുന്നു. അപ്പോൾ 2023 പകുതിയായപ്പോൾ ആണ് ഞാൻ റീസെൻ്റ്ലി എനിക്കൊരു ബ്രേക്ക് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ കുറേ പഠിക്കാൻ പറ്റും ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഇപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാരും തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു വഴിയായിട്ടുണ്ട്. എനിക്കങ്ങനെ കുറേ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രേക്ക് ഉണ്ടായി. അതെനിക്ക് തോന്നുന്നു ഞാൻ ടോട്ടലി ലൈഫ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും ബ്രേക്ക് ആയപ്പോൾ സിറ്റുവേഷൻ ഈ ഒരു ലാസ്റ്റ് ഇയർ നടന്ന ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ടോട്ടലി എനിക്കൊരു അപ്പിങ്സ് എല്ലാം ഉണ്ടായി തുടങ്ങുന്നതും. എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, ബട്ട് എനിക്ക് സ്റ്റിൽ ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനെല്ലാം നടക്കുന്നതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്, അങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ. അപ്പോൾ ആ സമയത്ത് ചാപ്പിയുടെ പ്രൈസ് കിട്ടുന്നതെല്ലാം ആ ഒരു ടൈമിൽ അടുപ്പിച്ച് പിന്നെ അങ്ങോട്ട് പോകാൻ കോമ്പറ്റീഷൻസ് ഒക്കെ പ്രൈസ് ആയിട്ട് തിരിച്ച് വന്നിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഇനിയും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു വലിയ ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ ചാപ്പി എന്ന് പറയുന്നത്? ആക്ച്വലി ചാപ്പി 15 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് അവരുടെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ കൊണ്ടും പിന്നെ അവർ എബ്രോഡ് പോകുന്ന കാര്യം, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ കുറച്ചൊരു ഫിൽട്ടർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമ്മളൊരു 9-10 അടുത്ത ആൾക്കാർ പെർമനൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ചാപ്പിയിൽ. ബാക്കി പിന്നെ സബ് സിംഗേഴ്സ് കുറേ പേരുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ എനിക്കൊരു ആർട്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ട്. ബിക്കോസ് എനിക്ക് ഈ കുറേ പേര് എനിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയക്കും, ബ്രോ ഫ്ലോർ ഉണ്ടെങ്കിൽ പറയണം, മെസ്സേജ് വിളിക്കണം, എനിക്ക് പാടാനായി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുത്തെ നമുക്ക് എനിക്കറിയാം ഒരു ഫ്ലോറ് കിട്ടാനുള്ളൊരു വിഷമം, കിട്ടാൻ നോക്കിക്കുമ്പോൾ ഒരു വിഷമം നമുക്ക് കുറേ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണത്. ഇപ്പോഴാണ് പിന്നെയും കിട്ടി തുടങ്ങുന്നത്. പണ്ടൊക്കെ നമ്മൾ കുറേ ഫ്ലോറിന് വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫ്ലോർസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വിഷമം നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കിത് തുടങ്ങിയതാണ് ഓമയ ആർട്ട് എന്ന് പറഞ്ഞൊരു ആർട്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. അങ്ങനെ ഇൻസ്റ്റയിൽ നോക്കി കാണാൻ പറ്റും, എൻ്റെ ബയോയിലുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഓമയായിട്ട് എന്നുള്ള പേരിൽ നമ്മളൊരു ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഇതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും
ഫ്ലോർ കിട്ടാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഫ്ലോർ കൊടുക്കാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിട്ട് സർവീസ് തന്നെ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും ലൈക്ക് അവർക്കും വളരണമല്ലോ, മാത്രം വളർന്നാൽ പോരല്ലോ. അപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ നിലവിൽ കുറച്ച് ഫ്ലോസ് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഫ്ലോസിൽ പ്രോഗ്രാംസ് വേണ്ടപ്പോ നമ്മൾ വേണ്ടവർക്ക് കൊടുക്കും, അവർ വിളിക്കട്ടെ. അപ്പം ഈ ചാപ്പി എന്ന് പറയണത് എന്താണ് അതിന്റെ എസെൻസ്? ഒരു എന്തെങ്കിലും പെർട്ടിക്കുലർ ജോണറിൽ നിങ്ങൾ ഫിക്സ്ഡ് ആണോ? ഉറപ്പായിട്ടില്ല. ബിക്കോസ് ഞാൻ പേഴ്സണലി എനിക്ക് ഒരു ജോണറിലും കീപ്പ് ചെയ്യാൻ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ പഠിച്ചിട്ടുണ്ട്, മ്യൂസിക് പഠിക്കാൻ പോയിട്ട് നിർത്തി പോകുന്ന ഒരാളാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായിട്ട് എനിക്ക് എൻ്റെതായ ഒരു മ്യൂസിക് എൻ്റെ കൊണ്ടുവരണം എന്നൊരു തിങ്ങിലേക്ക് വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പേര് എൻ്റെ ചാപ്പി, ചായ പ്ലസ് കാപ്പി. എന്നുവെച്ചാൽ രണ്ട് മ്യൂസിക് ജോണേഴ്സ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി മ്യൂസിക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ന്യൂ തിങ് അങ്ങനെ കൊണ്ടുവരാന്നുള്ള പ്ലാനിലാണ് നിലവില് ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി ഐഡിയ ആണ് മിക്സ്ചർ ഓഫ് ജോണർ എന്ന് പറയുന്നത്. ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് ഷോസും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടൊരു ബിസി മെന്നാണ് ഇപ്പം. ഈ 22ാമത്തെ വയസ്സിൽ തന്നെ വളരെയധികം എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു സക്സസിലൂടെ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പം ഈ ഒരു സൈഡ് നിൽക്കുമ്പോഴും സ്വന്തമായിട്ട് എന്നുള്ളൊരു ടൈം വേണമല്ലോ. ഹൗ ഡു യു ഫൈൻഡ് ടൈം ഫോർ യുവർ സെൽഫ്? അതെങ്ങനെയാണ് നടക്കുന്നത്? ആക്ച്വലി ഞാൻ ഈ ബിസി ആവുന്നത് തന്നെ എൻ്റെ സ്വന്തമായിട്ട് ഉള്ള ടൈം ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിസി അല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതും നമ്മൾ ഓരോ പ്രശ്നങ്ങളെപ്പറ്റി ലൈക്ക് ചിന്തിച്ച് കൂട്ടുന്നതും നമ്മൾ വെറുതെ ഇരുന്ന് പേരടിക്കുന്നതല്ല. അപ്പോൾ വെറുതെ ഇരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ വിഷയമില്ലല്ലോ. നമ്മൾ ബിസി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങാൻ മാത്രം നേരം കണ്ടെത്തുക. ഓക്കെ, പിന്നെ നമ്മളെ കുറച്ച് കാര്യങ്ങൾക്ക് കുളിക്കാനും കുളിത്തിയാട് നടക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുക. എൻ്റെ പെർസ്പെക്റ്റീവിലും ഞാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തിങ്ങിലായിരിക്കും. നമ്മൾ ബിസി അല്ലാന്നാണെങ്കിൽ നമ്മൾ വെറുതെ ചിന്തിച്ച് കൂട്ടുകയാണ്, ഓരോന്ന് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടും. ഞാൻ പേഴ്സണലി ഓവർ തിങ്കർ ചെയ്യാറുള്ള ഒരാളാണ്. ഞാൻ എന്നല്ല, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാണ്ട് ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ വെറുതെ ഇരിക്കാത്ത ഒരാളാണ്. ഞാൻ മനഃപൂർവ്വം ഇരിക്കാത്ത അങ്ങനെ. ബിക്കോസ് അതെനിക്ക് വേണ്ടി തന്നെ ഞാൻ ബിസി ആവുന്നത്. അപ്പോൾ എൻ്റെ സമയം ഞാൻ കണ്ടെത്തുന്നത് അങ്ങനെ തന്നെയാണ്. വേറെ സ്പെഷ്യലി എന്നുവെച്ചാൽ ഞാൻ ബിസി ആവുന്ന വെച്ചാൽ ഒന്നുമില്ല, ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, പാട്ട് പുതിയ മ്യൂസിക് ചെയ്യും. ഇപ്പം ഞാൻ നിലവിൽ ഇപ്പോൾ 4 സോങ് എൻ്റെ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സോങ്സിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമൊക്കെ ഞാൻ ഉണ്ടാക്കി അതിൽ കൊണ്ടുവരും. ഇപ്പം പറയാം ഡയറക്റ്റിങ് സംഭവങ്ങൾ, ഇവൻറ്റ്സ് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ആനുവൽ ഡേ പ്രോഗ്രാംസ് അങ്ങനെയുള്ള. ഇപ്പോൾ ലാസ്റ്റായിട്ട് ചാവറ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ പള്ളിയിൽ തന്നെ ഒരു ഇവൻറ്റ് ഡയറക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുത് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെ മാക്സിമം ബിസി ആയിട്ട് ഇരിക്കാനാണ് നോക്കാറുള്ളൂ. ബിക്കോസ് അതാണ് എന്തുകൊണ്ടും എനിക്കും മറ്റു മനുഷ്യർക്കും നല്ലതെനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, അതായിരിക്കും നല്ലത് എന്ന്. അപ്പം എൻ്റെ സമയം കണ്ടെത്തൽ അങ്ങനെ തന്നെയാണ്. ഇതാണ് എൻ്റെ സമയം കണ്ടെത്തൽ. അപ്പം എന്താണ് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പരിപാടി? ഇതിൽ ഇങ്ങനെ തന്നെ പോവാണ്, ഈ ഒരു ഫീൽഡ് തന്നെ തുടർന്ന് പോവാണ്? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയാനായിട്ട്? എനിക്ക് തോന്നണത് ഞാൻ മറ്റേ ഓഫീസ് വർക്ക് ചെയ്ത് പഠിത്തം കൊണ്ടോ ഓഫീസ് വർക്ക് ചെയ്തിട്ടോ ക്യാഷ് ഉണ്ടാക്കി ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല കൊണ്ടേ ഞാൻ ജീവിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡ് തന്നെ കണ്ടത് പോകാൻ വെച്ചാൽ ഫീൽഡ് പറഞ്ഞില്ല. ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഫീൽഡിലേക്ക് നിൽക്കാനുള്ള ഒരു കോൺസെപ്റ്റ് എവിടെയാണോ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണോ അതെല്ലാവർക്കും ചെയ്യുക. അത് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ എൻജോയ് ചെയ്യട്ടെ എന്നേ ഓർക്കാറുള്ളൂ. അല്ലാതെ ഇന്നൊരു സംഭവത്തിലേക്ക് എത്തി നിൽക്കണം. ഞാൻ പറയാം ആർട്ടിസ്റ്റ് എന്നൊരു സംഭവം ഇറ്റ്സ് മോർ കൂൾ ടു മീ. അതായിരിക്കും കൂടുതൽ എളുപ്പം. ആർട്ടിസ്റ്റ് പ്രപ്പോസ് എന്ന് പറഞ്ഞായിരിക്കും ബെറ്റർ. ബിക്കോസ് ഡാൻസർ പ്രപ്പോസ് എന്നോ സിംഗർ പ്രപ്പോസ് എന്നോ എന്ന് പറഞ്ഞേക്കാളും ബെറ്റർ ആർട്ടിസ്റ്റ് പ്രപ്പോസ് എന്ന് പറഞ്ഞാൽ എല്ലാം ബെറ്റോളല്ലോ. അപ്പോൾ എന്നെക്കൂടെ പറ്റുന്ന എല്ലാം ചെയ്യുക. ഇപ്പോൾ ഈ ജനറേഷനിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു പലരും കണ്ടിരുന്ന കാര്യമാണ് ബാക്കിൽ നിൽക്കുക എന്നുള്ളത്. ചാൻസ് കിട്ടട്ടെ എന്ന് ഓർത്ത് നിൽക്കുന്ന ഒരു എൻ്റെ ഫ്രണ്ട്സ് ഓഫ് സർക്കിൾ തന്നെ ഉണ്ട് അങ്ങനത്തെ കുറേ പേര് ചാൻസ് വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാർ. ബട്ട് അങ്ങനെ നിന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ട നമ്മൾ തന്നെ തേടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. ഇപ്പം ചെറിയൊരു ഫ്ലോർ ആണെങ്കിൽ പോലും ജസ്റ്റ് ഇപ്പോൾ ഒരു കസേര ഇരുന്ന് പറയാനുള്ള ഓപ്ഷൻ ആയിരിക്കാം.
ചിലപ്പോൾ സ്ട്രീറ്റ് സിംഗിങ് ആയിരിക്കും, എനിത്തിങ് നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുക മാക്സിമം. അത് യൂസ് ചെയ്ത് മാക്സിമം ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കുക. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഇപ്പം മരണോട്ടിൽ പോയിട്ട് പാടാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് അവിടെ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ച് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ബാക്കി എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എങ്ങനെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻ എന്തൊക്കെയുണ്ട്, ഡാൻസ് ആണോ മ്യൂസിക് ആണോ ആക്ടിങ് ആണോ എനിത്തിങ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യുക. അതൊക്കെ തന്നെ ഞാൻ ലൈഫിൽ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ. ഓക്കെ, എന്തായാലും ഇപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ച് ഉറപ്പിച്ചാണല്ലോ, നമുക്ക് അറിയാവുന്ന നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? എങ്ങനെ ഇരിക്കണം? ആക്ച്വലി വേഗം ചുമച്ചല്ല, ഞാൻ ഉള്ള ചുമകളോട് കരച്ച മൂക്കടഞ്ഞിരിക്കുകയാണ്, ചുമയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ ഗായത്രി എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ പോവാം. ഏത് പാട്ട് പാടും ഞാൻ? ഓക്കെ, എൻ്റെ മെയിൻ തിങ് വെച്ചെന്ന് അറിയാമോ, ഞാൻ ഷോസ് വരുമ്പോൾ ഞാൻ ഓർക്കും എനിക്ക് ലിറിക്സ് കാണാൻ പഠിക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പം ഞാൻ മോസ്റ്റ് ഓഫ് ടൈം ഞാൻ കയ്യിൽ ഫോം പിടിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഫോം വെച്ചിട്ട് ലിറിക്സ് നോക്കിയാൽ പറയാറുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ലിറിക്സ് എടുത്തിട്ട് നോക്കി ആയിക്കോട്ടെ. ഏതെങ്കിലും ഇന്ന ജോണർന്നോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ജോണർ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് കംഫർട്ടബിൾ പെട്ടെന്ന് ഒരു ലൈവ് സോങ് ഒക്കെ പാടാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ? ഓഫ് കോഴ്സ് എനിക്ക് മോസ്റ്റ് ഓഫ് ദ സിംഗേഴ്സ് മെലഡീസിലേ പാടാറുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് ഞാനും മെലഡീസിലൊക്കെ കൂടുതൽ നോക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡ് ജോണറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമെന്നല്ല, എന്തോ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഫീൽഡ് ഫോക്കാണ്. എനിക്ക് ഫോക്ക് ഞാൻ ഷോസ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഫോക്കിനോടൊരു ഇഷ്ടം കൂടുതൽ. വെച്ചാൽ ഞാൻ സ്കൂൾ കലോത്സവം സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ പോയിരിക്കുന്ന ഫോക്ക് സോങ്ങിനാണ് സ്റ്റേറ്റ് കലോത്സവം വിന്നറായിട്ടുള്ളതല്ല. അതുകൊണ്ടായിരിക്കില്ല, അല്ലാണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈപ്പ് സോങ്സിനോട് പക്ക ഫോക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് തനത് സോങ്സ് ആണ്, ഭയങ്കര ഫോക്ക് പക്ക ഫോക്ക് സോങ്സ് ഉണ്ട്. മറ്റേ കമ്മട്ടി പാടത്തിലൊക്കെ ഉണ്ട്, ഞാനൊരു കുയിലുകളല്ല, അങ്ങനത്തെ കുറച്ച് തീം സോങ്സ് ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ആ സോങ്സിനോടൊക്കെ. എൻ്റെ ഷോസ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ ആ സോങ്സിൽ കൂടുതൽ ഹൈപ്പ് ചെയ്യാറുള്ള ഒരാളാണ്. അപ്പൊ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്? മെലഡി പോരെ? ഓക്കെ, എന്തായാലും മതി. നീ കവിതകളാ കനവുകളാ കനവിനെ நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உருவாடும் வேலை தண்ணீர் கமலம் தானா முகம் காற்று நீ முழுவன் பனி மூடாத நீ ஏல்லையே இதழோரமா சிறு புன்னகை நீ காட்டடி ஏமுல்லையே. മൂക്കടഞ്ഞ പാടാനുള്ള ആക്ച്വലി നമുക്ക് പാടുന്നവർക്ക് തോന്നുന്നു ഇങ്ങനെ മൂക്കടഞ്ഞെടുക്കുന്ന അയ്യോ എന്തേ സംഭവം വരും എങ്ങനെ തോന്നിയെങ്കിൽ സോറി, സത്യം മൂക്കടഞ്ഞിരിക്കുകയാണ്.